ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. ഒരു ചെറിയ കുട്ടിയെ പ്ലാൻ ചെയ്തുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു CCTV ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. നോക്കാം, രാത്രി സമയമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് മാതാപിതാക്കളുടെ ശ്രദ്ധ മാറുന്ന ഒരു സമയം. നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എവിടെയാണ്, അവരെന്ത് ചെയ്യുന്നു, അവരെ ശ്രദ്ധിക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഈ സന്ദർഭമാണ് പല ആളുകളും മുതലാക്കുന്നത്. നോക്കാം, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ആൺകുട്ടിയും, അനിയനാണ് എന്ന് തോന്നുന്നു, അനിയനുമായിട്ട് പെങ്ങള് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തൊട്ട് അടുത്ത് താമസിക്കുന്ന മറ്റൊരു പയ്യനെ ബോളുമായിട്ട് വരുന്നു. എന്നിട്ട് 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോള് എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരു പയ്യൻ നിങ്ങൾക്ക് കാണാം, ഒരു ബൈക്കുമായിട്ട് ഒരു പയ്യന് അതിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടികളെ ആ പയ്യന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം റോഡാണ്, എന്തായാലും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. CCTV നോക്കിയ സമയത്തും ആ പയ്യന് സംശയമില്ല. പക്ഷെ അവസാനം ആ പയ്യൻ എന്താണ് ചെയ്തത് എന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ വീണ്ടും തിരിച്ചു വരികയാണ്. കാരണം ഈ കുട്ടികൾ എവിടെയുള്ളതാണ്, ഇവരുടെ പാരൻസ് അടുത്തുണ്ടോ, വീട് എവിടെയാണ്, കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടോ എന്നൊക്കെ ആ ബൈക്കിൽ വന്ന പയ്യൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി സമയാട്ടോ, അത്ര ശ്രദ്ധിക്കാൻ കഴിയാത്ത, ഇനി കൊണ്ടുപോയാൽ തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം കൂടിയാണ് ഈ രാത്രി സമയം. അവരുടെ വീട്ടിൽ, അതായത് ഈ വീഡിയോയുടെ ഹെഡിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പെൺകുട്ടിയും ആ ചെറിയൊരു കുട്ടിയും അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും. ഗസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അതിനിടയ്ക്ക് കുട്ടികളാണ് റോഡിൽ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന പയ്യനും കൂടെ വരുന്നു, ബോളുമായിട്ട് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാറിൽ ഒരു സംഘം ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കാറ് അതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട പയ്യൻ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആ വാഹനവുമായിട്ട്, ആ ബൈക്കുമായിട്ട് വീണ്ടും ആ പയ്യന് അവിടെ വരുന്നു. ഇനി അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടില്ല, വണ്ടി അവിടെ നിർത്തി. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പയ്യന് വണ്ടി അവിടെ നിർത്തി. അതിനുശേഷം അതിലുള്ള ഏറ്റവും മുതിർന്ന ഒരു കുട്ടിയെ വിളിച്ചു. അടുത്തേക്ക് വിളിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യാട്ടോ. മാതാപിതാക്കള് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ശേഷം നോക്കുക, ആ ചെറിയ കുട്ടിയെ വിളിച്ചു. എനിക്ക് തോന്നുന്നു എന്തോ സ്വീറ്റ്സ് കാണിച്ചിട്ടോ കളിപ്പാട്ടം കാണിച്ചിട്ട്, ഓ മൈ ഗോഡ്, എൻ്റെ മോനെ നിങ്ങൾ നോക്കുക, തല നാരിഴക്ക് ആ ചെറിയ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. തല നാരിഴക്ക്. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടും. കാരണം ആ കുട്ടിയെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്ന, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൂമെന്റിൽ തന്നെ അമ്മ ജസ്റ്റ് ഒന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അതാണ്.
നിങ്ങളെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തറിയോ, പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തായാലും വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്താണെങ്കിലും പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് എന്ത് സാധനം തന്നു കഴിഞ്ഞാലും അത് വാങ്ങിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കഴിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരുമായിട്ട് അധികം സംസാരിക്കാതിരിക്കുക. അവരെന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അവരെന്തെങ്കിലും നമ്മളോട് ചെയ്യുകയോ പെരുമാറുകയോ ചെയ്യണമെങ്കിൽ ഒച്ചയുണ്ടാക്കുക, അടുത്തുള്ള ആളുകളെ അറിയിക്കുന്ന രീതിയിൽ ഒച്ചയുണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുക. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മതി കാണാം. ബൈ.